10 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2014 ജനുവരി 3-ന് നൂറുകണക്കിന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യശരങ്ങളെ നേരിട്ടുകൊണ്ട് മൻമോഹൻ സിംഗ് തന്റെ അവസാന വാർത്താ സമ്മേളനം നടത്തി. മൻമോഹൻ സിംഗ് നടത്തിയ അവസാന പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിരവധി തവണ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇന്നും ആ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്നതാണ് വാസ്തവം. മുൻകൂട്ടി തയ്യാറാക്കി നൽകിയ ചോദ്യങ്ങളോ മറ്റു വിലക്കുകളോ ഇല്ലാത്ത മാധ്യമപ്രവർത്തകരുടെ 62 ചോദ്യങ്ങൾ അന്ന് മൻമോഹൻ സിംഗ് നേരിട്ടു. ഡോക്ടർ സിംഗിന്റെ വാർത്താ സമ്മേളനങ്ങൾ ഒരു പതിവ് കാഴ്ച മാത്രമായിരുന്നില്ല. അന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി BJP ഉയർത്തിക്കാട്ടിയ നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ ആക്രമണം നടത്താനുള്ള വേദിയായിരുന്നു മൻമോഹൻ സിംഗിന്റെ വാർത്താ സമ്മേളനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസിന്റെ തോൽവിയും ഉൽപാദന മേഖലയിലെ തൊഴിലില്ലായ്മയും അടക്കമെന്ന് മൻമോഹൻ സിംഗ് ഏറ്റുപറഞ്ഞിരുന്നു. മൻമോഹൻ സിംഗിന്റെ അവസാന വാർത്താ സമ്മേളനം എന്ന നിലയിൽ മാത്രമായിരുന്നു അന്ന് അതിനെ വിലയിരുത്തിയിരുന്നതെങ്കിൽ പിന്നീടുള്ള വർഷങ്ങളിലാണ് അതൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അവസാന വാർത്താ സമ്മേളനമായിരുന്നു എന്ന തിരിച്ചറിവ് മാധ്യമ ലോകത്തിനും ജനങ്ങൾക്കുമുണ്ടായത്. സ്വന്തം മന്ത്രിമാരെ പോലും ഭരിക്കാനും നിയന്ത്രിക്കാനും ശേഷിയില്ലാത്തയാൾ, നിർണായക ഘട്ടങ്ങളിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളാൻ വൈമനസ്യം കാണിച്ചയാൾ എന്നൊക്കെ ഒരു ദേശീയ മാധ്യമത്തിന്റെ പ്രതിനിധി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി വിളിച്ചു. എന്നാൽ ഒരു ചെറു പുഞ്ചിരിയോടെയായിരുന്നു മൻമോഹൻ സിംഗ് അതിന് മറുപടി നൽകിയത്. സമകാലിക മാധ്യമങ്ങളെക്കാളും പാർലമെന്റിലെ പ്രതിപക്ഷ പാർട്ടികളെക്കാളും ചരിത്രം എന്നോട് ദയ കാണിക്കുമെന്ന് തന്നെ ഞാൻ സത്യസന്ധമായി വിശ്വസിക്കുന്നു എന്ന് മൻമോഹൻ സിംഗ് അന്ന് പറഞ്ഞ വാക്കുകൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. Mr. Prime Minister, sir, my question is very simple and straightforward on the issue. I know there have been a lot of questions on corruption, on various other issues, but personally for you, many will accuse you, as you said, history has to be kind and look at you and you'll come out unscathed, but many will look at you personally as being unable to actually act or rein in your own cabinet ministers. The fact that you allowed a situation to go out of hand, that you failed to act politically, which was required, and that you kept going back to a core group or to various other people but refused to act, and that is why we came to a stage where even the Supreme Court asked the Prime Minister's office and even indicted it for various acts of omission and commission. So how do you respond to that politically, and how do you see your legacy because of the failure of you to act in a Well, I honestly believe that history will be kinder to me than the contemporary media or for that matter the opposition parties in parliament. I cannot, I think, divulge all the things that take place in the cabinet system of a government. I think, taking into account the circumstances and the compulsions of a coalition polity, I have done as best as I could do under the circumstance. BJPയുടെ അന്നത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മോദിക്കെതിരെ രൂക്ഷമായ ആക്രമണം നടത്താനും 2002-ലെ ഗുജറാത്ത് കലാപത്തെ പരാമർശിക്കാനും സിംഗ് വാർത്താ സമ്മേളനം തെരഞ്ഞെടുത്തിരുന്നു. സ്പെക്ട്രം അഴിമതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന് ഉത്തരമുണ്ടായിരുന്നു. സ്പെക്ട്രം അലോക്കേഷൻ സുതാര്യവും നീതിയുക്തവുമായിരിക്കണമെന്ന് തനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ വലിയ വിഷമമുണ്ട്. സത്യങ്ങൾ മറച്ച് പ്രതിപക്ഷ താൽപര്യത്തിനനുസരിച്ച് മാധ്യമങ്ങൾ പ്രവർത്തിച്ചു. ക്രമക്കേടുകളില്ലെന്ന് പറയുന്നില്ലെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. Sir, Rajiv Deshpande from Times of India. Sir, you've just said that many of these corruption cases related to UPA 1, and thereafter you returned to power and you're completing your second term in office. At the same time, sir, these scandals, whether it's Commonwealth Games, 2G or coal allocations, have cost your government a great deal. So when you look back at it, were there some things that you would rather have done differently, and what would they be? Well, I feel somewhat sad because I was the one who insisted that spectrum allocations should be transparent, it should be fair, it should be equitable. I was the one who insisted that coal block allocations should be allocated on the basis of auctions. These facts are forgotten. The opposition has a vested interest. Sometimes the media play into their hands as well. And therefore, I have every reason to believe
that when history is written of this period, we will come out unscathed. This is not to say that there was no irregularities. There were irregularities, but the dimensions of the problems have been overstated by the media, by the CAG sometimes, and by other entities. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിലും രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും ആരോപണങ്ങൾ ഉയരുമ്പോൾ എന്തു തോന്നുന്നുവെന്ന് മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് വളരെ ശാന്തമായി 9 വർഷം താൻ എങ്ങനെയായിരുന്നുവോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും എന്നായിരുന്നു മൻമോഹൻ സിംഗിന്റെ മറുപടി. തന്റെ ഓഫീസ് പോലും ദുരുപയോഗം ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം മറുപടിയായി നൽകി. താൻ ആത്മാർത്ഥമായാണ് രാജ്യത്തെ സേവിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Prime Minister sir, I had the privilege to attend your first press conference after you became the Prime Minister. At that time, all of us had this perception that Manmohan Singh has a very clean image, a very non-political person has become the Prime Minister, an economist has become the Prime Minister with a good proven track record. 9.5 years later, how do you think an Aam Aadmi now perceives you as a politician, as a Prime Minister? Well, I am the same person as I was 9 years ago. There has been no change. I say it with all sincerity that I have tried to serve this country with utmost dedication and commitment and with utmost integrity. I have never used my office to enrich or to reward my friends or my relatives. UPAയ്ക്ക് മൂന്നാം ഊഴം ലഭിക്കുമോ എന്നും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കുമോ എന്ന് കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന് UPA ഭരണത്തിലെത്തുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നായിരുന്നു മൻമോഹൻ സിംഗ് നൽകിയ മറുപടി. जब आप कहते हैं कि प्रधानमंत्री के तौर पर आपका जो है कार्यकाल अब आप पूरा करने जा रहे हैं और बैठन आप राहुल गांधी को आप इंडिकेट कर रहे हैं, मेरा सवाल आपसे ये है कि जब मुकाबला होगा तो राहुल गांधी वर्सेस नरेंद्र मोदी का मुकाबला होता है. नेचुरली आप राहुल गांधी के साथ खड़े होंगे क्योंकि आपकी पार्टी के, लेकिन क्या आप मानते हैं कि मुकाबला बराबरी का होगा और 2014 में वाकई आप राहुल गांधी के नेतृत्व में सरकार बना पाएंगे या आपको विपक्ष में बैठना पड़ेगा? थैंक यू वेरी मच. I have full confidence that the next Prime Minister will be from the UPA coalition, and that without discussing the merits of Mr. Narendra Modi, I sincerely believe that it would be disastrous for the country to have Narendra Modi as the Prime Minister. ദുർബല പ്രധാനമന്ത്രിയായിരുന്നു എന്ന BJPയുടെ വിമർശനത്തോട് എന്താണ് അഭിപ്രായമെന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മോദി അടക്കമുള്ളവരെ വിമർശിച്ചായിരുന്നു മൻമോഹൻ സിംഗ് മറുപടി നൽകിയത്. താൻ ദുർബല പ്രധാനമന്ത്രിയായിരുന്നില്ലെന്നും ശക്തനായ പ്രധാനമന്ത്രി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കൂട്ടക്കൊലപാതകത്തിന് ശിക്ഷ ലഭിക്കുന്നതാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. Sir, the BJP and Mr. Modi's charge against you is that you have been a weak Prime Minister. So do you think your party has a role to play in that projection of this view? Well, I do not believe that I have been a weak Prime Minister. That is for the historians to judge. And the BJP and its associates may say whatever they like. But if by strong Prime Minister you mean that you preside over the mass massacre of innocent citizens in the streets of Ahmedabad, that is the measure of strength. I do not believe that sort of strength this country needs, least of all in its Prime Minister. 10 വർഷക്കാലം വിജയകരമായിരുന്നു എന്ന ചോദ്യത്തിന് അത് ചരിത്രകാരന്മാർ തീരുമാനിക്കുമെന്നായിരുന്നു അദ്ദേഹം നൽകിയ മറുപടി. प्रधानमंत्री जी, मैं अशोक श्रीवास्तव हूँ DD न्यूज़ से. प्रधानमंत्री जी, जब आप वित्त मंत्री थे तो आप जो आर्थिक उदारवाद की जो नीतियाँ शुरू की, आपकी वित्त मंत्री के रूप में उस विरासत को आज भी देश याद करता है. अब आज जबकि आपने ऐलान किया है कि अगली बार आप प्रधानमंत्री पद की दौड़ में नहीं होंगे, तो प्रधानमंत्री के तौर पर आपकी विरासत को आपको क्या लगता है देश कैसे याद रखेगा? और इसके साथ एक छोटी सी चीज़ और जोड़ना चाहूँगा कि पिछले 10 सालों में आपकी उपलब्धियों का लेखा जोखा तो इसमें है, लेकिन आपको क्या लगता है क्या 10 सालों में आपने मिस किया जो आप हासिल करना चाहते थे देश के लिए, जो आप हासिल नहीं कर पाए इन 10 सालों में? Well, I have done as well as I could under the circumstances. It is for the historians to judge how successful I have been. My own feeling is that we have maintained and sustained the momentum of rapid economic growth. And if you look at the period of 9 years that we have completed,
compare it with the preceding 6 years of the NDA, I think it emerges very clearly that in most indicators of performance, our performance has been superior to that of the NDA period. ഒരിക്കലും തനിക്ക് നേരെ ഉയരുന്ന ചോദ്യങ്ങളോട് മൻമോഹൻ സിംഗ് മുഖം തിരിക്കുകയോ ഒളിച്ചോടുകയോ ചെയ്തിരുന്നില്ല. അതിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലായാലും പാർലമെന്റിനുള്ളിലായാലും രാജ്യാന്തര വേദികളിലായാലും അങ്ങനെ തന്നെ. പ്രധാനമന്ത്രിയായിരുന്ന 10 വർഷങ്ങളിൽ 117 വാർത്താസമ്മേളനങ്ങളിലാണ് അദ്ദേഹം പങ്കെടുത്തത്. അതിൽ 72 വിദേശ സന്ദർശനങ്ങളിലായിരുന്നു. 23 ആഭ്യന്തര തലത്തിലോ സംസ്ഥാന സന്ദർശനങ്ങളിലോ ആയിരുന്നെങ്കിൽ 12 തെരഞ്ഞെടുപ്പുകളോ രാഷ്ട്രീയ സംഭവങ്ങളോ ആയി ബന്ധപ്പെട്ടിരുന്നു. पिछले दिनों जब 4 राज्यों में चुनावी हार हुई कांग्रेस की, तो आपके पार्टी के लोग भी ये मानते नजर आए कि दरअसल ये विपक्ष की उपलब्धि नहीं है, बल्कि केंद्र सरकार कई मुद्दों पर, कई संजीदा मुद्दों पर नॉन परफॉर्मर साबित हुई और इस कारण से हार हुई. इस आलोक में मेरा आपसे ये सवाल है कि क्या आप अपने मंत्रियों का पीरियोडिक अप्रेजल करते हैं, और अगर ऐसा है तो क्या उसका बारीकी से रिव्यू भी होता है, और आपको लगता है कि इस तरह के रिव्यू को सार्वजनिक किया जाना चाहिए ताकि पता चल सके कौन मंत्री या कौन मंत्रालय नॉन परफॉर्मर हुए? Well, it is an ongoing process. My office monitors all major sectors, particularly the infrastructure sectors, and if there are any weaknesses in the functioning of any one particular sector or ministry, these things are discussed in the cabinet from time to time. The gentleman right there, please. In the second row, right here. Yeah, please. Afternoon, sir. My question really relates to the opening part of your comments. Would you kindly identify yourself? So sorry, Siddharth Zarabi from CNBC TV 18. Sir, at the opening part of your remarks, you spoke about growth momentum coming back. But the fact on the ground is that if you see prices across all sectors, energy prices, telecom prices, airline prices, general consumers from the middle class, those prices are running out of hand. And you spoke about inflation also. You have 5 months left, like you said. Is there any possibility that perhaps because of the political imperatives that this government and your government can get a handle on inflation finally at the very fag end of your tenure? Well, we'll certainly make every effort. We are trying to do that. And the Vice President of the Congress Party, Mr. Rahul Gandhi, convened a meeting of Congress Chief Ministers to discuss what can be done in the Congress-ruled states to bring prices under control as well. May I apologize from those who I could not identify. There'll be another time. I would like to thank the Honorable Prime Minister and thank all of you for this very stimulating interaction. Once again, my sincerest apologies. I know that a lot of you wanted to ask questions. I've tried my best to go across the hall. The Prime Minister has been extremely patient and has answered your questions. Thank you once again very much. And I promise you that I'll request the Prime Minister to be with us another time to address the questions which the rest of you have. Thank you very much.